കാട്ടിലെ വഴിതെറ്റിയ ഒരാളെക്കുറിച്ച് ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കയ്യിലൊരു മാപ്പില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടിയുമില്ല. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ആകെ പരിഭ്രാന്തരാവും, അല്ലെങ്കിൽ വഴി അറിയാമെന്ന് നടിച്ച് എങ്ങോട്ടെങ്കിലും അലക്ഷ്യമായി നടക്കും, അല്ലേ? അതെ അതെ, സത്യത്തിൽ ആ വഴിതെറ്റിയ അവസ്ഥ അംഗീകരിക്കാൻ നമുക്കെല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി തോന്നും. ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് വഴി അറിയാം എന്ന് പറയാനാകും നമ്മൾ സ്വാഭാവികമായും ശ്രമിക്കുക. ുള്ള ചർച്ചയിൽ നോക്കുന്നത് കത്തോലിക്ക സഭയുടെ കാറ്റക്കിസത്തിലെ, അതായത് മതബോധന ഗ്രന്ഥത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. വെറുതെ കുറെ വാക്കുകൾ ഉരുവിടുന്നതിനപ്പുറം പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്നാണ് ഈ സ്രോതസ്സുകൾ പരിശോധിക്കുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി തന്നെ നോക്കാം. ഇതൊന്ന് വായിച്ചപ്പോൾ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു വാചകമുണ്ട്: മനുഷ്യൻ ദൈവത്തിനു മുന്നിലൊരു യാചകനാണ് എന്ന്. ഒരു സംശയം ചോദിക്കട്ടെ, ദൈവം എല്ലാം അറിയുന്നവനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ യാചകരെ പോലെ നിൽക്കുന്നത്? അതൊരു തരം താഴ്ത്തിക്കെട്ടലല്ലേ? ഒറ്റ നോട്ടത്തിൽ നമുക്കങ്ങനെ തോന്നാം. പക്ഷെ ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഇതൊരു താഴ്ത്തിക്കെട്ടലല്ല, മറിച്ച് യാഥാർത്ഥ്യം അംഗീകരിക്കലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാട്ടിലെ ഉദാഹരണം എടുക്കുക. എനിക്ക് വഴി അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും മറ്റൊരാളോട് വഴി ചോദിക്കില്ലല്ലോ. ശരിയാണ്. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയില്ല എന്ന് പൂർണ്ണമായി സമ്മതിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാറ്റം തുടങ്ങുന്നത്. പ്രാർത്ഥന എന്നത് വിനയത്തോടെ നാം സ്വീകരിക്കുന്ന ഒരു ദാനമാണെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. അല്ലാതെ നമ്മുടെ അഹങ്കാരത്തിൽ നിന്നോ നമ്മുടെ സ്വന്തം കഴിവുകളിൽ നിന്നോ ഉണ്ടാകുന്ന ഒന്നല്ല. ഓഹോ, അപ്പോൾ സ്വന്തം പരിമിതികൾ അംഗീകരിക്കുന്നതാണ് ആദ്യത്തെ പടി. എന്നാൽ നമ്മളിങ്ങനെ വിനയത്തോടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയാണ് കാര്യം ശരിക്കും രസകരമാകുന്നത്. ഈ ഗ്രന്ഥത്തിൽ ബൈബിളിലെ ഒരു കഥ ഉദാഹരണമായി പറയുന്നുണ്ട്. കിണറ്റിൻകരയിൽ വെച്ച് യേശു ഒരു സമറിയക്കാരി സ്ത്രീയോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്ന ആ സംഭവം. പെട്ടെന്ന് ഈയൊരു പ്രത്യേക കഥ ഇവിടെ ഉപയോഗിക്കാൻ കാരണം എന്തായിരിക്കും? അതൊരു വളരെ മനോഹരമായ രൂപകമാണ് കേട്ടോ. അവിടെ യേശു ചോദിക്കുന്നത് വെറുമൊരു ശാരീരിക ദാഹം മാറ്റാനുള്ള വെള്ളമല്ല. അത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ആഴമായ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ദാഹമാണ് കാണിക്കുന്നത്. പ്രാർത്ഥന എന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദാഹവും ദൈവത്തിൻ്റെ ദാഹവും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാണെന്ന് ഈ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. ഒരു മിനിറ്റ്, ദൈവത്തിന്റെ ദാഹമോ? മനുഷ്യരായ നമുക്ക് സമാധാനത്തിനോ അർത്ഥത്തിനോ ഒക്കെ ദാഹമുണ്ടാകാം, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ദൈവത്തിന് എന്തിനാണ് ദാഹം? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവിടെയാണ് കാര്യം. നാം ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ മുൻപേ ദൈവം നമ്മെ അന്വേഷിക്കുകയും നമ്മോട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം. അതായത് ദൈവം നമ്മളെ തേടി വരുന്നു എന്നാണോ? അതെ, കൃത്യമായി. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു തരം ശൂന്യതയുണ്ടല്ലോ, അതാണ് നമ്മുടെ ദാഹം. ആ ശൂന്യത നികത്താൻ ദൈവത്തിനുള്ള ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ദാഹം. പ്രാർത്ഥന എന്നത് നമ്മൾ മാത്രം നടത്തുന്ന ഒരു ശ്രമമല്ല. നമ്മൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. ആ രണ്ടാഗ്രഹങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്നതിനെയാണ് ഈ സ്രോതസ്സുകൾ കണ്ടുമുട്ടലെന്ന് വിളിക്കുന്നത്. അതൊരു പുതിയ ചിന്തയാണ്. അപ്പോൾ എവിടെയാണ് ഈ കണ്ടുമുട്ടൽ നടക്കുന്നത്? നമ്മുടെ ബുദ്ധിയിലാണോ അതോ വികാരങ്ങളിലാണോ? ഈ ഗ്രന്ഥം പറയുന്നത് അത് ഹൃദയത്തിൽ സംഭവിക്കുന്നു എന്നാണ്. ബൈബിളിൽ 1000-ലധികം തവണ ഈ വാക്കുപയോഗിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു. പക്ഷെ എനിക്കിപ്പോഴും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ഹൃദയം എന്ന് പറയുന്നത് വെറുതെ കുറച്ച് വികാരങ്ങളുടെ ഒരു കേന്ദ്രമല്ലേ? അതിലിത്ര പ്രത്യേകത എന്താണ്? സാധാരണ നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കാറ്. പക്ഷേ ഇതിനെ വിശാലമായൊരു തലത്തിൽ നോക്കിയാൽ ബൈബിളിലെ ഹൃദയം എന്ന സങ്കല്പം വികാരങ്ങൾക്കും ബുദ്ധിക്കുമൊക്കെ അപ്പുറത്താണ്. അതൊരു മനുഷ്യന്റെ ഏറ്റവും രഹസ്യമായ കേന്ദ്രമാണ്. ജീവനോ മരണമോ എന്ന് നാം തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളുടെയും സത്യത്തിൻ്റെയും ഇടം. നമ്മൾ ആരാണെന്നുള്ളതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സത്യം ഇരിക്കുന്നത് അവിടെയാണ്. അതായത് നമ്മൾ സമൂഹത്തെയും മറ്റുള്ളവരെയും കാണിക്കാൻ വെക്കുന്ന മുഖമൂടികളൊക്കെ അഴിഞ്ഞു വീഴുന്ന, നമ്മൾ ശരിക്കും നമ്മളായിരിക്കുന്ന ഒരിടം. അതെ അതെ, പുറമേ നിന്നുള്ള ഒരു ശക്തിക്കും ആ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ചു കടക്കാൻ സാധിക്കില്ല. അവിടെ വെച്ചാണ് യഥാർത്ഥ ഉടമ്പടിയും കൂട്ടായ്മയും സാധ്യമാകുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് പ്രാർത്ഥന എന്നത് വെറുമൊരു കടമയല്ല, മറിച്ച് ആ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ആഴത്തിലുള്ളൊരു വ്യക്തിബന്ധമാണെന്ന് പറയുന്നത്. വളരെ രസകരമായൊരു നിരീക്ഷണമാണിത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
ഈ ഹൃദയം എന്നത് സത്യത്തിന്റെയും തീരുമാനങ്ങളുടെയും മറഞ്ഞിരിക്കുന്ന കേന്ദ്രമാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ തിരക്കുപിടിച്ചതും എപ്പോഴും ശബ്ദമുഖരിതവുമായ ലോകത്ത് നമ്മൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്? അത് വളരെ ശരിയായ ഒരു ചോദ്യമാണ്. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾക്ക് നടുവിലായിരിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വന്തം ചിന്തകളുമായി തനിച്ചിരിക്കാൻ നമുക്ക് ഭയമാണ്. തീർച്ചയായും. നമ്മൾ ആദ്യം പറഞ്ഞ ആ വഴിതെറ്റിയ കാട്ടിൽ യഥാർത്ഥ വഴി ചോദിച്ചറിയുന്നതിനും പകരം നമ്മുടെ ഫോൺ സ്ക്രീനുകളിലേക്കും മറ്റു വിനോദങ്ങളിലേക്കും നാം എത്രത്തോളം ഒളിച്ചോടുന്നുണ്ട്. യഥാർത്ഥ കണ്ടുമുട്ടലുകൾ നടക്കുന്ന നിങ്ങളുടെ സ്വന്തം ഉള്ളിലെ ആ രഹസ്യ കേന്ദ്രത്തെ മുഖാമുഖം കാണാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. വിനയത്തോടെയുള്ള ആ വലിയ കണ്ടുമുട്ടലിന് നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യത്തോടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള പഠനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.